ഇനി നമ്മൾ നോക്കുന്നത് ഈ ഓഗസ്റ്റ് മാസത്തിലെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രധാന ശക്തി, അതായത് ആന്തരികമായ ശക്തി, എന്താണ് നിങ്ങളുടെ പ്രധാന ദൗർബല്യം, പിന്നെ എന്തൊക്കെ അവസരങ്ങൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രതികൂലമായി വരുന്നത്. ആദ്യമായിട്ട് നിങ്ങളുടെ പ്രധാന ശക്തി ഈ മാസം എന്താ നോക്കാം. ഇനി എന്താണ് ദൗർബല്യം, എന്താണ് അവസരങ്ങൾ, അവസരങ്ങളാണ് നിങ്ങൾ തേടി വരുന്നത്, എന്താണ് നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് 9 ഓഫ് വൈൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾ പല വെല്ലുവിളികളെയും അതിജീവിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. റെസീലിയൻസ് എന്ന് പറയാം. അതായത് എന്ത് വെല്ലുവിളി വന്നാലും അടുത്തത് എന്താണ്, ഞാൻ നേരിടാൻ തയ്യാറാണ് എന്നുള്ള ഒരു മാനസിക അവസ്ഥ, അതിനെയാണ് നമ്മൾ റെസീലിയൻസ് എന്ന് പറയാം. അത് പല ഫൈറ്റും പല വെല്ലുവിളികളും അതിജീവിച്ച് വന്നിട്ട് മാനസികമായി അത്രയും ശക്തി ആർജിച്ച വ്യക്തികൾക്കാണ് ഈ ഒരു കഴിവുണ്ടാവുക. അവരെന്ത് വന്നാലും തളരില്ല. അപ്പം നിങ്ങൾ തീയിൽ കുരുത്തതാണ്. അപ്പോൾ ഒരുവിധ സാധാരണ പ്രശ്നങ്ങൾക്കൊന്നും നിങ്ങളെ തളർത്താൻ കഴിയില്ല. അപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ് വിജയിച്ച് നിൽക്കുകയാണ്, ഇനി എന്താണ് അടുത്തത് വരുന്നത്, ഞാൻ തയ്യാറാണ്. ആ രീതിയിലുള്ള ഒരു മാനസിക അവസ്ഥയാണ് നിങ്ങളുടെ ശക്തി. എന്താണ് ഈ ദൗർബല്യം എന്ന് നോക്കാം. ഓവർ ഗീവിങ് ആണ് നിങ്ങളെ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വിശ്വസിച്ച് പെട്ടെന്ന് കയ്യിലുള്ളതെല്ലാം എടുത്ത്, അതിനിപ്പോൾ പൈസ തന്നെ ആണെന്നില്ല, നിങ്ങളുടെ സമയമായാലും നിങ്ങളുടെ സ്നേഹമായാലും ഓവർ ഗിവിങ് ആണ് നിങ്ങൾ. അതൊന്ന് കൺട്രോൾ ചെയ്യണം. അത് പലരും ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. ശരിയല്ലാത്ത ആൾക്കാർ അത് ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതാണ് നിങ്ങളുടെ ദൗർബല്യം. ഇനി നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ എന്താണെന്ന് നോക്കാം. വെരി ഗുഡ്. 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതായത് നല്ല സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് ഈ മാസം പ്രതീക്ഷിക്കാം. അതായത് പണസമ്പാദനത്തിനുള്ള വഴികൾ നിങ്ങൾക്ക് ഈ മാസം പലതും തെളിഞ്ഞു വരും. നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഉള്ളൊരു കഴിവ് വരും. മറ്റുള്ളവരെ ആശ്രയിക്കാതെ അതിൽ വളരെയധികം സന്തോഷിക്കാനുള്ള ഒരു ചാൻസ് ആണ് സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് കാണുന്നത്. അബണ്ടൻസ്, സന്തോഷിക്കാനുള്ള അവസരങ്ങൾ, അതുപോലെ പോസിറ്റീവായിട്ടുള്ള ഭയങ്കര എനർജി. അത് പ്രധാനമായിട്ട് നിങ്ങൾ തന്നെത്താൻ ഉണ്ടാക്കുന്നതാണ്. വേറെ ആരും നിങ്ങൾക്ക് തരുന്നതൊന്നുമല്ല, നിങ്ങൾ സ്വന്തം പ്രയത്നത്താൽ ഉണ്ടാക്കുന്നതാണ്. ഇനി എന്താണ് പ്രധാന വെല്ലുവിളി നോക്കാം. 3 ഓഫ് സോർട്സ്. അപ്പം എന്തെങ്കിലും നിരാശയിൽ ഹൃദയഭേദകമായ വേദന അനുഭവിച്ചിട്ടുണ്ട്. ആ വേദനകൾ നിങ്ങൾ അതിജീവിക്കണം. അതാണ് നിങ്ങളുടെ പ്രധാന വെല്ലുവിളി. ആ വേദനകൾ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളെ പരീക്ഷിക്കുന്നത്. അത് അതിജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഇതാണ് നിങ്ങളുടെ പാതയിലുള്ള പ്രധാന തടസ്സം. പാസ്റ്റ് കഴിഞ്ഞുപോയി, നമ്മൾ അതിനെക്കുറിച്ച് ഇനി വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ മുറിവുകൾ ഉണക്കണം, എന്നാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. അത് ഹീലിംഗ് എടുക്കുക തന്നെ വേണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു രക്ഷയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈക്കോളജിസ്റ്റിനെയോ അങ്ങനെ ആരെങ്കിലും കണ്ട് അവരുടെ ഹെൽപ്പ് തേടണം.